ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് ചോറിനൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. ആ കറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അവിയലാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് അവിയലെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയാകട്ടോ. നമ്മൾ പച്ചക്കറി കടയിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ വില കേൾക്കുമ്പോൾ ഒന്നും മേടിക്കാൻ തിരിച്ചു പോകും. പക്ഷെ ഞാൻ ഇന്ന് വെക്കുന്ന അവിയലിന് ഒരു പച്ചക്കറിയും മേടിക്കാൻ പോകാതെ കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധാ അവിയൽ കഴിച്ചാണ് ഞാൻ അവിയൽ വയ്ക്കുന്നത്. പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഇങ്ങനെയാണ് അവിയൽ വയ്ക്കുന്നത്. അല്ലാതെ നമ്മൾ കടയിൽ പോയി ഒക്കെ മേടിച്ചു കൊണ്ടെന്നൊന്നും ആരും അവിയൽ വയ്ക്കില്ല. അവിയലും സാമ്പാറും ഒക്കെ അവനവന്റെ പറമ്പിലുള്ള ഒറ്റയ്ക്ക് അവിയൽ വയ്ക്കും. ആ അവിയലിന് ഒരു രുചിക്കുറവുമില്ല, നല്ല ഒന്നാന്തരം രുചിയാണ്. അങ്ങനത്തെ ഒരു അവിയലാണ് ഞാൻ ഇന്ന് വയ്ക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പൊ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന അവിയലിന്റെ കഷ്ണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചക്കയാണ്. ഞങ്ങൾ ഈ അവിയൽ എന്ന് പറയുന്നത് ചക്കയുടെ സീസണിൽ ഈ അവിയൽ വെക്കുമ്പോ ചക്കയവിയൽ എന്നാ പറയാറുള്ളത്. ഞാനിവിടെ കുറച്ച് ചക്കച്ചുള എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ചക്കച്ചുള മാത്രമല്ല കേട്ടോ, കുറച്ച് ചക്കച്ചുളയുണ്ട്, നമ്മൾ ആവശ്യത്തിന് മതി. പിന്നെ ഒരു 10-20 ചക്കക്കുരു ഇല്ല, കുറച്ച് ചക്കക്കുരു നമ്മൾ പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാച്ചില്, നമ്മളിപ്പം കാച്ചിലിന്റെ സീസൺ അല്ല, ഇപ്പൊ കാച്ചിൽ എല്ലാവരും നട്ട് കഴിഞ്ഞ് പടർന്ന സമയമാണ്. പക്ഷെ ഞാൻ ഒരു കാച്ചിൽ വെച്ചിരുന്നു, പഴയ ഒരു കാച്ചിലാണ് വിട്ടുന്നത്. ആ കാച്ചിൽ മുറിച്ച് ആ കാച്ചിലിന്റെ 2-3 കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പങ്ങ ഓമയ്ക്കായെന്നും പറയും, കപ്പങ്ങായെന്നും പറയും. ആ ഓമയ്ക്ക മുറിച്ചിട്ട് അതിന്റെ ഒരു മുറി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 മുരിങ്ങക്കോൽ ഇവിടുത്തെ മുരിങ്ങയിൽ ഉണ്ടായതായിരുന്നു. ഈ വർഷം എന്നായാലും ഇപ്പോഴും ഈ 3-4 കൂടെ നിൽപ്പുണ്ട് മുരിങ്ങക്ക. 2-3 മുരിങ്ങക്കായുണ്ട്. മാങ്ങ നമ്മൾ പിന്നെ പൈസ കൊടുത്ത് മേടിച്ച മാങ്ങ ഇല്ലായിരുന്നു, അപ്പൊ ഒരു മാങ്ങയുണ്ട്. ഒരു 3-5 പച്ചമുളകും ഉണ്ട്. ഇത്രയും സാധനമാണ് നമ്മുടെ അവിയലിന്റെ കഷ്ണങ്ങൾ. ഇത് ചേർത്ത് അവിയൽ വെച്ചാൽ ഒന്നാന്തരം അവിയൽ. അതിനകത്ത് വേറെ ഒരു സാധനവും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ കാച്ചിലുള്ളത് കൊണ്ടാണ് നമ്മൾ കാച്ചിൽ ചേർക്കുന്നത്. കാച്ചിൽ ചേർക്കണം നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ കാച്ചിലില്ലാത്തവർക്ക് അവിയൽ വയ്ക്കണം, ചക്ക അവിയൽ വയ്ക്കണമെങ്കിൽ ബാക്കി മതി. കാച്ചിലില്ലെങ്കിലും നമുക്ക് ഒരു കുഴപ്പമില്ല. നമ്മുടെ കഷ്ണങ്ങളെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിയായത് അവിയലിന് അരി. സാധാരണ അവിയലിന് അരിയുന്ന പോലെ തന്നെ മതി നമ്മൾ ഈ കഷ്ണങ്ങളും അവിയലിന് അരിയുന്നത്. നമ്മൾ ആദ്യം കാച്ചിലാണ് നിർത്തുന്നത്. ഇച്ചിരി കനം കുറച്ചരി, അപ്പൊ ഈ വെള്ളം പറ്റിയ കാച്ചിലായതുകൊണ്ടേ ഞങ്ങളുടെ ഒരു വല്യമ്മച്ചിയുണ്ട്, കൗട്ടാത്തിനൊക്കെ അരി വന്ന് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ അരി പറയും, നിങ്ങൾ അരിഞ്ഞാൽ വൃത്തിയില്ലെന്ന് പറയും. കാര്യം വെന്തുടയാനുള്ള കഷ്ണമാണെങ്കിലും വല്യമ്മച്ചിക്ക് എല്ലാത്തിനും നല്ല വൃത്തി വേണം. കഷ്ണമൊക്കെ ഒരേ രൂപത്തിൽ വീഴണം. കപ്പയും വൃത്തിയാരും അങ്ങനെ അവിയലിന്റെ അരിഞ്ഞാലും എല്ലാം വല്യമ്മച്ചിക്ക് അങ്ങനെ ഒരു, ഞങ്ങൾ അങ്ങനെ ചെന്നിരുന്നാണ് ഇതൊക്കെ പഠിച്ചത്. അപ്പൊ വല്യമ്മച്ചി പറയുന്നത് എല്ലാം നമ്മൾ വീണവാനായി നമ്മുടെ കഷ്ണം കാണുമ്പോൾ നമുക്കൊരു വൃത്തിയും ഭംഗിയൊക്കെ വേണം നമ്മുടെ കഷ്ണത്തിന്. എന്ന് പറഞ്ഞാൽ അവിയലിനൊക്കെ അരിയുമ്പോൾ ഒരു നല്ല ഭംഗി വേണം. നമ്മൾ ചുമ്മാതെ അങ്ങ് അരിഞ്ഞിട്ടാലൊന്നും അവിയലിന്റെ കഷ്ണത്തിന് നമുക്കൊരു ഭംഗി വരുന്നില്ല. അപ്പൊ നമ്മൾ അടുത്ത കപ്പങ്ങയാണ് അരിഞ്ഞത്. കപ്പങ്ങ ഇച്ചിരി ചെനച്ചതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ അവിയലിനകത്ത് അരിഞ്ഞതിനകത്ത് സാമ്പാറിടുന്നതിനും കുഴപ്പമില്ല. ഇതിനൊക്കെ കപ്പങ്ങാന്ന് പറയുമ്പോൾ നിങ്ങൾ നിസ്സാരമാക്കി കളയേണ്ട. കപ്പങ്ങ തോരന് മാത്രമല്ല, അവിയൽ വയ്ക്കാം, സാമ്പാർ വയ്ക്കാം, എല്ലാത്തിനകത്ത് ഈ കപ്പങ്ങ ഒരു കഷ്ണം ഇടാം. അടുത്ത നമ്മൾ ചക്കയാണ്. ഈ ചക്ക നമ്മൾ അവിയലിടുന്നത് ഇങ്ങനെ ചക്ക കീറണം. അരി വേവിക്കാനാണ് നമ്മൾ പല രീതിയിൽ അങ്ങ് അരി, കുഴയ്ക്കാനില്ല, ഇത് കുഴയ്ക്കാനല്ലല്ലോ. അപ്പൊ അവിയലിന്റെ കഷ്ണം പോലെ തന്നെ ഈ ചക്കയെന്താ ഇങ്ങനെ കീറിയിടണം. പിന്നെ ഈ ചക്കച്ചുള മാത്രമല്ല, ചക്കമടലും വേണമെങ്കിൽ ചേർക്കാം. ചക്ക കുറവാന്ന് നമുക്ക് ഇച്ചിരി ചക്ക മടല് ചെത്തി, പണ്ടൊക്കെ ഈ ചക്ക ചെത്തിയിട്ട് ആ മടല് കൊത്തിയരി ഈ കത്തിക്ക് ഇങ്ങനെ കൊത്തിയായിട്ട് അരിഞ്ഞെടുക്കും. എടുത്തിട്ട് ആ ചക്കമടലാണ് ചക്കക്കായ. അന്ന് മംഗലത്തിലാണ് ചക്ക വേവിക്കുന്നത്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ എന്റെ വീട്ടിലൊക്കെ എല്ലായിടത്തും മംഗലത്തിലാണ് ചക്ക വേവിക്കുന്നത്. അപ്പൊ ഈ അടിയിൽ ഈ ചക്കമടല് വാരി നിരത്തിയിടും. എന്തിനാന്ന് വെച്ചാൽ ചക്കച്ചുള അടി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവിയലിൽ ഇച്ചിരി ചക്കമട്ടലൊക്കെ ഇട്ടാൽ നല്ല രുചിയാണ്. മോശക്കേടൊന്നും അല്ല, നല്ലതാണ് ചക്കമട്ടൽ. പക്ഷെ ഞാനിപ്പോ ഇട്ടിട്ട് ചക്കച്ചുള ഉണ്ട് നമുക്ക്, അതുകൊണ്ട് നമ്മൾ ചക്ക മടൽ ഇട്ടിട്ടില്ല. ചുള കുറവാന്ന് ഇച്ചിരി മടലും ഒക്കെ ചേർത്തിട്ട് ഇതെല്ലാം നമുക്ക് തിന്നാൻ കൊള്ളാവുന്ന സാധനങ്ങളാണ്. ചക്കക്കുരു ഇങ്ങനെ നുറുക്കിയാണ് ഇടുന്നത്, കീറുമല്ല. നമ്മൾ അടത്തി എടുക്കണം ചക്കക്കുരു. ഈ ഓരോ കറിക്ക് അരിയുന്നതിനും ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പൊ അടുത്ത് നമ്മൾ മാങ്ങയാണ് അരിയുന്നത്. മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാങ്ങയ്ക്ക് ഇച്ചിരി വേവ് കൂടുതലുള്ള മാങ്ങയാണ്. അതേസമയത്ത് മൂവാണ്ടൻ മാങ്ങയാണെങ്കിൽ നമ്മൾ അവിയൽ തിളച്ചിട്ട് മാങ്ങ ഇട്ടാൽ മതി. അപ്പൊ ഇത് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ അങ്ങ് ഇടുവാണ് ഈ മാങ്ങ. അപ്പൊ അത് മതി, ഒരു 3 പൂള് മാങ്ങ മതി. ഒരുപാട് പുളി കൂടിപ്പോയാൽ അവിയലിന് പുളി മുമ്പിൽ നിന്നാൽ കൊള്ളുമില്ല. അപ്പൊ നമ്മളൊരു 3 മാങ്ങ എടുത്തിട്ടുണ്ട്, 3 കഷ്ണം മാങ്ങ. ഇപ്പോഴത്തെ മാങ്ങ എന്ന് പറയുന്നത് കല്ല് പോലെ ഇരിക്കും ഇപ്പോഴത്തെ മാങ്ങ. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ കഷ്ണമായിട്ട് ഇങ്ങനെ അത് തന്നെ ഇങ്ങനെ അവിയലിന്റെ കഷ്ണം പോലെ കീറിയാണ് ഇടുന്നത്.
അപ്പൊ പൈസ കൊടുത്ത് നമ്മൾ കഷ്ണങ്ങളൊന്നും മേടിച്ചില്ലെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഇപ്പൊ അവിയലിന്റെ കഷ്ണമായി. നമ്മളിനി അടുത്തത് മുരിങ്ങക്കായാണ് ഇടുന്നത്. മുരിങ്ങക്ക ഇങ്ങനെ നടുവേ നമുക്കൊന്ന് കീറിയിടാം. മൂത്തില്ലായിരുന്നു മുരിങ്ങക്ക. അവിയലിന്റെ ഒരു പ്രധാന സാധനമാണ് ഈ മുരിങ്ങക്ക. മുരിങ്ങക്ക ഇല്ലാത്ത അവിയലില്ലല്ലോ. ഇനി അടുത്ത് നമ്മുടെ പച്ചമുളകും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഇടാം. പച്ചമുളക് അങ്ങ് പൊളന്നിടുന്നില്ല, നമ്മളെ നടുവേ നമ്മളൊന്ന് പൊട്ടിക്കുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ അവിയലിന്റെ കഷ്ണമെല്ലാം നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് വെക്കാം. അതിന്റെ കൂടെ അതിന് ചേർക്കുന്ന തേങ്ങ നമ്മൾ ഒരു മുറി തേങ്ങ ചിരണ്ടിയിട്ടുണ്ട്. ഒരു 5-10 കഷ്ണം ചുമന്നുള്ളിയാണ് അവിയലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചുമന്നുള്ളി അരച്ചാലാണ് അവിയലിന്റെ രുചി. അതിന്റെ കൂടെ ജീരകവും കൂടെ വേണം. ജീരകം ഒരുപാട് ജീരകം വേണം. ജീരകം ചുവയ്ക്കും. ഒരു 1/4 സ്പൂൺ ജീരകമേ ഉള്ളൂ. അത്ര ജീരകം കൂടെ നമ്മൾ അരയ്ക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ അരയ്ക്കുന്നത്. പിന്നെ നമ്മൾ ഇതിന്റെ പൊടിയാണിത്. ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി നമ്മൾ ഇടുന്നതാണ് ഇതിന്റെ കൂടെ. അതുകൊണ്ട് ഇതിന് പിരിയമ്പളമൊന്നും വേണ്ട. സാധാ മുളക് പൊടിച്ച മുളക് പൊടി വേണ്ട. പിരിയമ്പളം ഇട്ട ഭയങ്കര കളറാണ്. അവിയലിന് ഒത്തിരി കളർ വേണ്ട. ചിലർ പച്ചമുളക് തന്നെ അരയ്ക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ നമ്മുടെ സാധാ മുളക് പൊടി, ശകലം മുളക് പൊടി ഇടും. അത് മതി. പിന്നെ നമ്മൾ ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലയും ഇടണം. കറിവേപ്പിലയാണ് അവിയലിന് പ്രധാനപ്പെട്ട കാര്യം. കറിവേപ്പിലയാണ്. ഇതിന് ഉപ്പും കൂടെ ഇടാന്നുണ്ട്. നമ്മൾ ഇത്രയും ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ പോരായെങ്കിൽ നമ്മളൊന്ന് ഇളക്കുമ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇടാം. അരപ്പൊക്കെ ചേർക്കും. നമ്മൾ ഇനി അടുത്ത കുറച്ച് കറിവേപ്പിലയാണ്. നല്ല നാടൻ കറിവേപ്പില, നന്നായിട്ട് കറിവേപ്പില വേണം അവിയലിന്. ഇത്രയും കറിവേപ്പില. ഇതിന് ആവശ്യമുള്ള വെള്ളം. നമ്മൾ ഈ അവിയലിനകത്ത് സ്വല്പം വെള്ളം ഒഴിക്കും. അതേ സമയത്ത് നമ്മൾ പച്ചക്കറി തന്നെ അവിയൽ വയ്ക്കുക, അതെല്ലാം വെള്ളമുള്ള കഷ്ണങ്ങളാണ്. കുമ്പളങ്ങായ്ക്കും വെള്ളരിക്കായ്ക്കും ഒക്കെ. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിക്കണം നമുക്ക്. അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച്, ഇതിനകത്ത് ഒത്തിരി വെള്ളമുള്ള കഷ്ണങ്ങളൊന്നുമില്ല. മലക്കറി ഇട്ട് അവിയൽ വയ്ക്കാൻ ശകലം പോലും വെള്ളം വേണ്ട. അതിന്റെ വെള്ളം കൊണ്ട് വേവും. അപ്പൊ നമുക്ക് അടുപ്പേ വെക്കാൻ. അപ്പൊ നമുക്കിതൊരു മൂടൻ ചട്ടി വെച്ച് മൂടി അടച്ചു വെക്കാം. നമുക്ക് ആവി ഒട്ടും പോവരുത്. അവിയലിന്റെ അരപ്പരയ്ക്കാം. തേങ്ങ അരച്ചെടുക്കാം. അരയ്ക്കെന്ന് പറഞ്ഞാൽ ഒത്തിരി അരയുണ്ട. ഒരു മീഡിയം അരച്ചിൽ നമ്മൾ അരച്ചെടുക്കണം. നമ്മൾ കറിക്കും മോരുകറിക്കൊന്നും അരയുന്ന പോലെ അരയണ്ട. ചക്കയ്ക്ക് അരയ്ക്കുന്നതിൽ ഇച്ചിരി നന്നായിട്ട് അരയണം. നമ്മൾ പച്ചക്കറി ഇട്ട് അവിയൽ വയ്ക്കാൻ ഞാൻ ചവച്ചാൽ മതി. പക്ഷെ ഈ അവിയലിനൊന്ന് അരയണമെങ്കിൽ അതിന്റെ രുചി വരുള്ളൂ. നിങ്ങൾ കല്ലേൽ അരയ്ക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. മിക്സിക്കായാലും ഒന്ന് അടിച്ചത്. പക്ഷെ എനിക്കെല്ലാം അരയ്ക്കുന്നത് കല്ലേൽ അരക്കണം എപ്പോഴും എൻ്റെ മനസ്സിൽ. എനിക്ക് കല്ലേൽ അരച്ച് കറി വയ്ക്കുന്നതിനൊക്കെ ഒരു പ്രത്യേക രുചിയാണ്. ഇപ്പൊ എനിക്ക് പറ്റൂല്ലാത്തോണ്ടായി മിക്സിയിൽ അരക്കുന്ന കേട്ടോ. അല്ലേ ഞാൻ അരയ്ക്കൂലായിരുന്നു. അപ്പൊ നമ്മുടെ ഉള്ളി ഒന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് അരയുണ്ട കേട്ടോ ഉള്ളി. ഈ അരകല്ലേൽ അരയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പല ഗുണങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് അരയുണ്ടാകുന്നുണ്ട്, ഒരുപാട് അരയേണ്ടതുണ്ട്. അതേസമയത്ത് മിക്സിയിൽ അരയ്ക്കാന്ന് ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് അരഞ്ഞു പോകും അങ്ങ്. അപ്പൊ ആ കറിക്ക് ഒരു വലിയ രുചിയില്ല. അടുത്ത് നമുക്ക് ജീരകം കൂടെ അരയ്ക്കാം. പക്ഷെ ഇപ്പൊ എല്ലാരും മിക്സിയിലാണ് അരയ്ക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടുള്ള ഒരുപാട് രോഗങ്ങളും ഉണ്ട് എല്ലാവർക്കും. എന്റെയൊക്കെ ചെറുപ്പത്തിലാണ് നെല്ല് കുത്തുന്നതും അരി അരയ്ക്കുന്നതും എല്ലാം കല്ലിലാണ്. ആട്ടുകല്ലിലും കല്ലിലും. ജീരകം ഇത്രയും അരഞ്ഞാൽ മതി. ഇനി നമുക്ക് ഈ ഉള്ളി ആ ജീരകവും കൂടെ ഒന്നിച്ചൊന്ന് കൂട്ടിയെടുക്കാം. കൂട്ടിയെടുത്താൽ അതിങ്ങനെ വേറെ മാറ്റി വെക്കാം. അപ്പൊ നമ്മളിത് തേങ്ങ അരച്ചത് വേറെ, ഉള്ളിയും ജീരകവും കൂടെ അരച്ചതും വേറെ. ഇത് വേറെ അരച്ചതെന്ന് വെച്ചാൽ ഇത് രണ്ടും രണ്ടായിട്ടാണ് ചേർക്കുന്നത്. തേങ്ങ ചേർത്ത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് നമ്മൾ ഇത് ചേർക്കുന്നുള്ളൂ. മിക്സിയിൽ അരയ്ക്കുന്നത് ഒന്നിച്ചങ്ങ് അരച്ച് നമ്മൾ ചേർക്കുക. പക്ഷെ പണ്ടൊന്നും ഇങ്ങനെയല്ല. എല്ലാം അവിയലിനെ അരയ്ക്കുന്നതൊക്കെ വേറെ വേറെയാണ്. അപ്പൊ നമ്മുടെ കറി അവിയൽ എന്നെ ആയെന്ന് നോക്കാം നമുക്കൊന്ന്. അപ്പൊ നമുക്കൊന്ന് മറിച്ചിടാം. അപ്പൊ നമുക്ക് തേങ്ങ ഇതിലോട്ടിടാം. അപ്പൊ നമ്മൾ തേങ്ങയുടെ കൂടെ ജീരകവും ഉള്ളിയും നമ്മൾ ചേർത്തിട്ടില്ല. ഇത് നമുക്ക് ഒന്ന് മൂടി വെക്കാം. ഒരാവി ഒന്ന് വരട്ടെ തേങ്ങ ഇതൊന്ന്. അപ്പൊ നമുക്കൊരാവി വന്നിട്ടുണ്ട്. ആവി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ജീരകവും ചുവന്നുള്ളിയും കൂടാണ്. അപ്പൊ നമുക്കിത് ഇച്ചിരി വെളിച്ചെണ്ണയ്ക്കകത്ത് ചാരിച്ചങ്ങോട്ട് ഒഴിക്കാം. നമുക്ക്
സ്വല്പം വെളിച്ചെണ്ണ കുടിക്കാം. പച്ച വെളിച്ചെണ്ണയും പച്ച കറിവേപ്പിലയും പച്ച മുളകുമാണ് അവിയലിന്റെ സാധനങ്ങൾ. അപ്പൊ ഇച്ചിരി പച്ച കറിവേപ്പില കണ്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കാൻ, തവിയുടെ കണ കൊണ്ട് വേണം ഇളക്കാൻ, വലിയ കുഴഞ്ഞു പോകും നമ്മുടെ അവിയൽ. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്, പാകത്തിന് ഉപ്പും പുളിയൊക്കെ ഉണ്ട്. അപ്പൊ ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ അവിയൽ ഇത് റെഡി ആയിട്ട് നമുക്ക് ഇനി അത് വാങ്ങി വെക്കാം. ഇത് ഈ ചട്ടിക്കകത്തോട് ശകലം ഇതിനകത്ത് ചട്ടിയിലെടുക്കുന്ന ഇതിനകത്ത് ആ വെളിച്ചെണ്ണയുടെ ആ ചുവന്നുള്ളിയും ആ ജീരകവും കൂടെ അരച്ചതിന്റെ ഒരു ശകലം മയം ഇരിക്കണം. അത് വെറുതെ കളയണം. അപ്പൊ നമുക്ക് അതിനകത്ത് ഇച്ചിരി അവിയൽ കൂട്ടി തിന്നാൻ നോക്കാം. അപ്പൊ ഈ വെളിച്ചെണ്ണ എല്ലാവരും പറയും കൂട്ടരുത് കൂട്ടരുതെന്ന് പറയും. പക്ഷെ എനിക്ക് ഇതിനകത്തൊക്കെ ഇച്ചിരി വെളിച്ചെണ്ണ നന്നായിട്ട് ചേർക്കുന്ന ഒരു പ്രത്യേക രുചിയാണ്. അവിയലിന്റെ പച്ച വെളിച്ചെണ്ണയാണ് അതിന്റെ ഏറ്റവും നല്ല രുചി, അതിന്റെ മെച്ചം വരുന്നത് അതിനകത്താണ്. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ അവിയൽ നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയുള്ള അവിയലാണ്. ഒരു പൈസ ഞാൻ വെച്ചാലും അവിയൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ രുചി എങ്ങനെ ഉണ്ടെന്ന് അറിയാം. നല്ല രുചിയാണ് കേട്ടോ. നമുക്ക് ഒരു കറിയും വേണ്ട, ഈ ഒരു കറി മാത്രം മതി ചോറിനകത്ത് കുഴച്ച് തിന്നാനെ കൊണ്ട്. ഒന്നാമതൊരു അവിയലാണ്. അപ്പൊ എന്റെ ഈ അവിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇവരുടെ അവിയൽ വെക്കണം കേട്ടോ. ചക്കയൊക്കെ തീർന്നെങ്കിൽ ചക്കയും ചക്കപ്പൊടി തീർന്നു വരുമ്പോൾ നമ്മുടെ കിട്ടുന്ന കൂടെ നമ്മുടെ പറമ്പിൽ നിന്ന് ഒന്നും മേടിക്കണ്ട കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരു അവിയൽ വെക്കണം. എന്റെ ഈ അവിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. ഒരു ലൈക്കും കമന്റും നിങ്ങൾ മറക്കുകയും ചെയ്യട്ടെ.